കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ സൈനികനെ കാണാതായതിൽ ദുരൂഹത. പുനെയിൽ ജോലി ചെയ്യുന്ന വിഷ്ണുവിനെയാണ് 5 ദിവസമായി കാണാതായത്. നാട്ടിലേക്ക് വരുമ്പോൾ കണ്ണൂരിലെത്തിയെന്ന് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചെങ്കിലും വീട്ടിലെത്തിയില്ല. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയും പൂനെയും കേന്ദ്രീകരിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്മ കണ്ണൂരെത്തിയിട്ടുള്ളൂ കേട്ടോ. 5:05 ഇവിടെ എത്താമെങ്കിൽ ഫോണ് ചാർജ് കുറവാ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഈ മാസം 17-ന് പുലർച്ചെ 2:15 അമ്മയ്ക്ക് വിഷ്ണു അയച്ച വാട്സപ്പ് സന്ദേശമാണിത്. 5:30 വീട്ടിലെത്തുമെന്ന് പറഞ്ഞ വിഷ്ണുവിനെ രാവിലായിട്ടും കാണാതായതോടെ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ലീവ് കിട്ടിയെന്നും നാട്ടിലേക്ക് വരികയാണെന്നും തലേന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. തുടർന്ന് സുഹൃത്തുക്കളെ അടക്കം ബന്ധപ്പെട്ടെങ്കിലും ഒരു വിവരം ലഭിച്ചില്ല. തുടർന്ന് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. കണ്ണൂർ എത്തിയെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടുന്ന് വാട്സാപ്പ് ഫോൺ മുഖാന്തരം നോക്കുമ്പോൾ അവൻ്റെ ഫോൺ ലൊക്കേഷൻ കാണുന്നത് എന്താണ് ദോനാവാല എന്ന് പറയുന്നത്, മഹാരാഷ്ട്ര പൂനെക്ക്, അതാണ് കാണുന്നത്. ഇന്നലെ വരെ ആ ലൊക്കേഷൻ അവിടെ നിന്ന് മാറിയിട്ടുമില്ല. പിന്നെ ഒരു ന്യൂസാണ് കിട്ടിയതാണ്, ഇങ്ങനെ ജമ്മു കാശ്മീരത്തെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, ട്രക്ക് ഡ്രൈവർ കണ്ടിട്ടുണ്ട്, ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ്. വേറെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. കല്യാണത്തിന് ലീവ് എടുത്ത് വരുന്നുണ്ട്, കൂടുതൽ ദിവസം അവധിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ വീട്ടിൽ പണികളും മറ്റൊന്നും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വന്ന് പോകാമെന്നുള്ള പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആളിതുവരെ എത്തിയില്ല. അല്ലാതെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടോ മറ്റുള്ള പ്രശ്നങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. അങ്ങനത്തെ ഒരു ആളല്ല. വിഷ്ണുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഡൽഹിയിലും പുനെയിലും കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. 9 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്യുന്ന വിഷ്ണു 1.5 വർഷം മുമ്പാണ് പുനെയിൽ എത്തിയത്. സർവീസസ് ബോക്സിംഗ് ടീം അംഗവുമാണ്. മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് MP-ക്കും കളക്ടർക്കും പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. ജനുവരി 11-ന് വിഷ്ണുവിന്റെ വിവാഹവും നിശ്ചയിച്ചിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിത തിരോധാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.